അദ്ദേഹം ഒന്ന് എറണാകുളത്ത് PM സുധീരൻ പ്രതികരിക്കുന്നു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം നിരാഹാര സമരം ഇരുന്നത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അന്ന് KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പാർട്ടി കൃത്യമായൊരു തീരുമാനമെടുത്തു, നിലപാട് സ്വീകരിച്ചു. PT തോമസിന്റെ ആ പരിശ്രമത്തിന്, ആ ഉദ്യമത്തിന് അദ്ദേഹത്തോടൊപ്പം പൂർണ്ണമായി നിലപാട് സ്വീകരിച്ചു. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ പൊതുസമൂഹവും അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് നീതി ലഭിക്കുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ഇനിയെങ്കിലും അതിന് സാധിക്കട്ടെ എന്നാണ് എൻ്റെ പ്രത്യാശ. ഈ തരത്തിലുള്ള വ്യക്തിപരമായ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തോട് പ്രതികരിക്കാൻ താല്പര്യമില്ല. ഇല്ല, കോൺഗ്രസിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പോഴല്ല, ആദ്യം മുതൽ ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ തന്നെ കേരളത്തിലെ കോൺഗ്രസ്, അന്ന് KPCC പ്രസിഡന്റ് ഞാനാണ്, അന്ന് പാർട്ടി എടുത്ത തീരുമാനം, ആ തീരുമാനത്തോടൊപ്പം തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിച്ചത്. ശ്രീ PT തോമസിൻ്റെ ശക്തമായ നിലപാട്, അദ്ദേഹത്തിൻ്റെ സമരം, ഓരോ ഘട്ടത്തിലും UDF അതിജീവിതയ്ക്കോടൊപ്പമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റ് ഒരഭിപ്രായത്തിനും കാര്യമായൊരു പ്രസക്തിയുണ്ട് എന്ന് കരുതുന്നില്ല. കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDFും എന്നെന്നും അതിജീവിതയ്ക്കൊപ്പമാണ്. ഈ കാര്യത്തിൽ 100% അതിജീവിതയ്ക്കൊപ്പമാണ്. എന്തായിരിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാട്? കാരണം ഇപ്പോൾ ഇന്ന് രാവിലെ ആസ്ട്രേലിയ IPS ഒരു സർവേ ഫലം പ്രസിദ്ധീകരിച്ചു. അത് പിന്നീട് നീക്കം ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ ജനങ്ങളും തിരുവനന്തപുരത്തെ ജനങ്ങളും എല്ലായിടത്തും BJPയുടെ കാര്യത്തിലും CPMന്റെ കാര്യത്തിലും തീർത്തും നിരാശരാണ്. ഒരു കോൺഗ്രസ് MLA ഇപ്പോഴും ഒളിവിലാണ്, തിരിച്ചു വരാൻ നിൽക്കുകയാണ് UDF. അല്ല, കോൺഗ്രസ് MLA എന്ന് പറയാൻ വയ്യ. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും പുറന്തള്ളിയതാണല്ലോ, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. അവിടെയാണ് കോൺഗ്രസിന്റെ പ്രസക്തി. കോൺഗ്രസിന്റെ ധാർമ്മികതയുടെ ശക്തമായ പ്രതിഫലനമാണ് അവിടെ കണ്ടത്. ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ എക്കാലത്തെയും നിലപാടാണ്. ആ നിലപാടുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ആക്ഷേപം വന്ന സന്ദർഭം മുതൽ തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് നിയമപരമായ നടപടിയിലേക്ക് നീങ്ങിയ പശ്ചാത്തലത്തിൽ, കൂടുതൽ പ്രശ്നം സങ്കീർണമായ ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറന്തള്ളി. മറ്റൊരു പാർട്ടി കാണിക്കാത്ത ആ മാതൃകാപരമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചത്. അവിടെയാണ് കോൺഗ്രസിൻ്റെ മേന്മ, അവിടെയാണ് കോൺഗ്രസിനെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിലെ ജനങ്ങൾ കാണുന്നതും പിന്തുണയ്ക്കുന്നതും. PM സുധീരൻ, അന്ന് PT തോമസ് എടുത്ത നിലപാട് അതിനൊപ്പം നിൽക്കുകയായിരുന്നു. KPCC അന്ന് അധ്യക്ഷനായിരുന്നു. അപ്പോൾ എപ്പോഴും അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയുന്നു. അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണത്തോട് തൽക്കാലം അഭിപ്രായം പറയാനില്ല എന്ന് വ്യക്തമാക്കുകയായിരുന്നു മുൻ KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ. അന്നേരം വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.